അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കി ലേശം കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ലേശം നമുക്ക് കുറച്ച് ലേശം ഉലുവ ചേർക്കാം. ഓക്കെ, പിന്നെ ലേശം ജീരകം കുറച്ച് മതി, ഒരാൾക്കുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഒരു വാസന എന്നറിയാം, ഒരു പ്രത്യേക മണമാണ് ഈ ഒരു ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചീരുള്ളി ചേർക്കാം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നല്ലോണം മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മീൻകറിയുടെ ഇതൊന്ന് മൂത്ത് വരുന്ന ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ നല്ല കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ, നല്ല അടിപൊളി കുത്തരിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലേശം കല്ലുപ്പ് ചേർത്തിട്ട് ഞാൻ പ്രഷർ കുക്കറിലാട്ടോ കുക്ക് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മീഡിയം പീസിലാണ് തക്കാളി, ചിലർ കുനുകുനാന്ന് കരുതി, ഞാൻ മീഡിയം പീസ്, എനിക്ക് ലേശം കറിയാം. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഈ തക്കാളി വെന്ത് പോകണം. തക്കാളി ശരിക്കും വെന്തതിന് ശേഷം മാത്രമേ മസാല ഇടേണ്ടത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ തക്കാളി കൂട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നു. അപ്പോൾ നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ലേശം ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പണിയാണ്, കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. അപ്പോൾ ലേശം ചേർത്ത് കൊടുക്കും. പിന്നെ മുളക് പൊടി, ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ. നാടൻ മുളക് പൊടിയാണ്. ഞാൻ ഇവിടുത്തെ പാക്കറ്റ് ഒന്നും വാങ്ങാറില്ല, എല്ലാം നാട്ടിൽ നിന്നാണ് പൊടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 3 സ്പൂണ് നമുക്ക് കയറ്റി വെക്കാം. കാരണം ലേശം എനിക്ക് കുറച്ച് ഇത് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇതും നാട്ടിൽ തന്നെ കൊണ്ടുവന്നാണ്. മഞ്ഞൾപ്പൊടി ലേശം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് 3 കൂടിയും നമുക്ക് നല്ലോണം ഇതിൽ യോജിപ്പിച്ച് നല്ല ഒരു മിക്സറാക്കി കൊണ്ടുവരണം. ഇത് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധികം അതിൻ്റെ മസാല കരിയും. ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് എൻ്റെ നാട്ടിൽ പറമ്പിലുണ്ടായ കുടംപുളി തന്നെയാണ്. ഇവിടെ വാളംപുളി, ചിലർ വാളംപുളിയൊക്കെ ഇടാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വാളംപുളിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും കുടംപുളിയാണ് എനിക്കിഷ്ടം. അപ്പം കുടംപുളി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ല മീൻകറി ആവുന്ന സമയം കൊണ്ട് ഞാൻ ലേശം വെണ്ടയ്ക്കയുടെ ഒരു മെഴുക്ക് വരട്ടിയത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഹെക്സഗണൽ കട്ടിങ്. എനിക്കിതാണ് ഇഷ്ടം. ഇതേ കട്ടിങ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുന്നത്, പിന്നെ മെഴുക്ക് വരട്ടിയത് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അത് മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ മീനിൻ്റെ തലയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് നമുക്ക് പൊരിക്കാനൊക്കെ യൂസ് ചെയ്യാം. 2 തലയുണ്ട്, 2 തലയും പിന്നെ പൊരിക്കാൻ നമുക്ക് 2 കഷ്ണം മാത്രം മതിയല്ലോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ മീൻ പൊരിക്കാനായിട്ട് മസാല വെച്ചു. കാരണം എൻ്റെ കയ്യിലൊക്കെ എണ്ണയായതുകൊണ്ടാണ് അത് കാണിച്ചു തരാൻ കഴിയാത്തത്. ഞാനൊരു പ്രൊഫഷണൽ വ്ളോഗർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ യൂട്ടൻസിൽസ് ഒന്നും എനിക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി ചോറ് കഴിക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ. ഇത് വേറെ ഒന്നുമല്ല, കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടാക്കാനുള്ള ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ വെളുത്തുള്ളി, സവാള, പച്ചമുളക്, നല്ല മീൻ പൊരിച്ച കേട്ടോ. നമുക്ക് ഒന്ന് മറച്ചിടാം. അപ്പോൾ ഇതേപോലെ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കി ഇതേപോലെ കഴിക്കുക. വെണ്ടയ്ക്ക, മീൻ പൊരിച്ചത്, മീൻ മുളകിട്ടത്, ഇത് നാടൻ അച്ചാർ. എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കിയ അച്ചാർ തന്നെ. എൻ്റെ മമ്മി ഉണ്ടാക്കി
കൊടുത്തുവിട്ട അച്ചാറാണ് ഇത്. നല്ല നാടൻ തൈര്, നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന തൈരാണ്. ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഓക്കെ, സോ എവറിബഡി സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, ബൈ.